नंदना ब्रज रमनंदन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद द्वैत गदाधर शिवजादि भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौर निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम तत्सत् हरे कृष्ण ഞാനൊരു അല്പം വൈകിപ്പോയി എന്നോട് ക്ഷമിക്കണം എല്ലാവർക്കും എൻ്റെ ദണ്ഡം നമസ്കാരം മറ്റൊരു ഭഗവത്ഗീത യഥാരൂപം ക്ലാസ്സിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മള് ഡിസ്കസ് ചെയ്യുന്നത് ഏഴാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം 16 14 15 16 ഹരേ കൃഷ്ണ ചതുർവിധ ഭജന്തെ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി ച പരദർശഭ ചതുർവിധ ഭജന്തെ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി ച പരദർശഭ ചതുർവിധ ഭജന്തെ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി ച പരദർശഭ ഹേ ഭരതകുലശ്രേഷ്ഠ സുകൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത് ദുഃഖിതർ ധനകാംക്ഷി ജിജ്ഞാസു പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി ഭാവാർത്ഥം ശില പ്രഭുപാദ് കീച്ചൻ ദുഷ്കൃതികളെ പോലെ അല്ലാത്തവരും ശാസ്ത്രാനുസാരമായ വിധികൾ പാലിക്കുന്നവരുമായ മനുഷ്യരുണ്ട് ഇവരെ സുഹൃതികൾ എന്ന് വിളിക്കുന്നു ധാർമ്മികവും നൈതികവും സാമൂഹികവുമായ നിയമങ്ങൾ അനുസരിക്കുന്ന ഇക്കൂട്ടർ പ്രായേണ ദുഃഖിതൻ അർത്ഥാർത്ഥി ജിജ്ഞാസു പരമസത്യത്തെ അന്വേഷിക്കുന്നു ശുദ്ധഭക്തന്മാരല്ല ഇവർ പല പല കാരണങ്ങളാലും ഭഗവത് ഭക്തിയുത സേവനത്തിന് വരുന്നവരാണിവർ ഇവരാരും ശുദ്ധഭക്തരല്ല ഭക്തിയുത സേവനത്തിന് പുറമെ അവർക്കും ചില ആഗ്രഹങ്ങളുണ്ട് ശുദ്ധഭക്തി എന്നാൽ മറ്റ് ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഇല്ലാത്ത ഭക്തിയാണ് ഭക്തി രസാമൃത സിന്ധു ഭക്തിയെ ഇപ്രകാരം നിർവചിക്കുന്നു അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാത് അന്യാവൃതം
ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്വം. കാമ്യകർമ്മങ്ങളിലൂടെയോ തത്വജ്ഞാനത്തിലൂടെയോ ഭൗതികമായ നേട്ടമുണ്ടാക്കാനുള്ള ആഗ്രഹം കൂടാതെ അനുകൂല ഭാവേന കൃഷ്ണനെ ദിവ്യപ്രേമത്തോടെ സേവിക്കണം. അതാണ് ഉത്തമ ഭക്തി. ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിനെത്തുന്ന ഈ 4 വിധ ഭക്തരും ഒരു ശുദ്ധഭക്തന്റെ സത്സംഗം ഉണ്ടായാൽ പരിശുദ്ധി നേടി പരമഭക്തരാകും. ദുഷ്കൃതികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം സ്വാർത്ഥമായും സംയമരഹിതവും ആധ്യാത്മിക ലക്ഷ്യങ്ങൾ ഇല്ലാത്തതുമാകിയാൽ അവർക്ക് ഭക്തിയുടെ സേവനം ദുഷ്കരമാണ്. എന്നാൽ അവരിൽ ചിലർ യാദൃശികമായി ശുദ്ധഭക്തരാവാനുള്ള സമ്പർക്കത്താൽ ശുദ്ധഭക്തരായി തീരുന്നു. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്തസ്യ ജനാർദ്ദനശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ഗോകുലേശ്വരീ പതാകസ്വാമിനി നാമിനി നമാചാര്യപതായ നിത്യാഗ്രഹൂർത്തത്തെ ഗൗരകരതമഗ്രാമധാരിണെ. നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ഗോകുലേശ്വരീ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരി വാണി പ്രചാരിണി നിർവിശേഷവാദി പാശ്ചാത്യ ദ്വേഷധാരി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवाचार्य गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വീണ്ടും സുസ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചതുർവിധ ഭജന്തേ മാം, 4 തരത്തിലുള്ള ആൾക്കാരാണ് ഭഗവാനെ സമീപിക്കുന്നതെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, അല്ലെ? 4 തരത്തിലുള്ള ആൾക്കാർ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മൾ അതിൽ ആരാണ്. ആരൊക്കെയാണ്? ദുഃഖിതർ, പിന്നെ ധനകാംക്ഷികൾ, പിന്നെ ജിജ്ഞാസുക്കള്, പിന്നെ പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. അദ്ദേഹത്തിന് അറിയാം ആരാണ് ഭഗവാൻ എന്നൊക്കെ, ജ്ഞാനിക്ക്, അല്ലെ? അതുകൊണ്ടാണ് ഇപ്പൊ ഈ ആദ്യത്തെ 3 പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകാണ്ഡികളാണ്. അതായത് ഭൗതിക താല്പര്യം എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നവരാണ്, ഭഗവാന്റെ അടുത്തേക്ക് വരുന്നവരാണ്, അല്ലെ? 4മത്തെ ആള് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഭൗതികതയില്ല, അദ്ദേഹത്തിന് അവർക്ക് ആത്മീയത മാത്രമേ ഉണ്ടാവൂ, അല്ലെ? ആത്മീയതയിൽ എങ്ങനെ വളരാം എന്നുള്ളതാണ് അവരുടെ താല്പര്യം, അല്ലെ? അപ്പൊ ഇതിൽ 4 പേരിൽ ആർക്കും ഭഗവാന് കൂടുതൽ ഇഷ്ടം? ആരോടായിരിക്കും കൂടുതൽ ഇഷ്ടം? തീർച്ചയായിട്ടും ജ്ഞാനിയോടാണ് കൂടുതൽ ഇഷ്ടം, അല്ലെ? കാരണം മറ്റു 3 പേർക്കും എന്തൊക്കെയോ താല്പര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്, അവരുടെ എന്താണ് ഹിഡൻ അജണ്ടാസ് ഉണ്ട്, അല്ലെ? അവരിത് സാധിക്കാൻ വേണ്ടിയാണ് അമ്പലത്തിൽ വരുന്നത്, ഇത് സാധിക്കാൻ വേണ്ടിയാണ് ഹരികൃഷ്ണ മഹാമന്ത്രം പറയുന്നത്, അല്ലെ? മനസ്സിലായി? അപ്പൊ എന്തൊക്കെയോ അവർക്ക് താല്പര്യങ്ങൾ ഉണ്ട് എന്ന് അർത്ഥം, അല്ലെ? അപ്പൊ അവരെക്കാളും കൂടുതൽ അവരാരോടും ഭഗവാൻ ഇഷ്ടമല്ല എന്നല്ല, എല്ലാവരോടും ഭഗവാൻ ഇഷ്ടം തന്നെയാണ്, ഒരേപോലെ തന്നെ. പക്ഷെ ഒരിച്ചിരി കൂടുതൽ താല്പര്യം ആരോടാണ്? ജ്ഞാനിയോടാണ്. കാര്യം എന്താണ്? അവര് മറ്റൊരു താല്പര്യത്തിന് വേണ്ടിയല്ല, അതിനു വേണ്ടിയാണ്. ഇതിന്റെ മുൻപിലുള്ള ഒരു ശ്ലോകമുണ്ട്, 15മത്തെ ശ്ലോകം. അതെന്താ പറയുന്നത്? അതിൽ ആരൊക്കെയാണ് ഭഗവാനെ കാണാൻ ചെല്ലാത്തതെന്നാണ് പറയുന്നത്, അല്ലേ? ഒരിക്കലും ഭഗവാനെ കാണാനായിട്ട് ചെല്ലാത്ത ആൾക്കാരാണ്. അവരാരാണ്? അത് നമുക്ക് നോക്കാം. നമാം ദുഷ്കൃതിനോ മൂഢ പ്രബുദ്ധ്യന്തേ നരാധമ മായയായ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതം, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര്, ദുഷ്കൃതരായ മൂഢന്മാര് നമ്പർ 1, മനുഷ്യ അധമന്മാര് നമ്പർ 2, മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവൻ. ഭയങ്കര ഡിഗ്രിയൊക്കെയാണ്, 2 PhD ഒക്കെയാണ്, പക്ഷെ ഭഗവാനെ കുറിച്ച് ഒന്നും അറിയില്ല, അല്ലെ? അപ്പൊ അവന്റെ ഡിഗ്രിയൊക്കെ എന്ത് ചെയ്തു? മായ അപഹരിച്ചുകൊണ്ട് പോയെന്നർത്ഥം. അവന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജ്ഞാനമൊക്കെ എന്ത് ചെയ്തു? മായ അപഹരിച്ചോട്ട് പോയി, മായ കടിച്ചു വിട്ടു, അല്ലേ? അപ്പൊ യാതൊരു ഉപയോഗം ഇല്ലെന്നർത്ഥം. അപ്പൊ നമ്മൾ ഇനി എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ, എന്തൊക്കെ നമ്മൾ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിലും ഭഗവാനെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ ഒരു ബിഗ് സീറോ ആണെന്ന് അർത്ഥം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, അല്ലെ? മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവനും നിരീശ്വരരുമായ അസുരന്മാർ. പിന്നെയോ, അല്ലെ? കുറെ അസുരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെ? നിരീശ്വരവാദികൾ. ഭഗവാൻ ഇല്ലാന്ന് തെളിയിക്കാനായിട്ട് ജീവനം തന്നെ ഹോമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വല്ല ആവശ്യമുണ്ടോ, അല്ലെ? ഭഗവാന്റെ മേഴ്സി കൊണ്ട് നമുക്കൊരു ജീവിതം കിട്ടി, ഒരു മനുഷ്യജന്മം കിട്ടി. അത് നമ്മൾ മനുഷ്യന്റെ, അല്ലെ, അത് ഭഗവാന്റെ സേവയ്ക്ക് ഉപയോഗിച്ച് തിരിച്ചെങ്ങനെയെങ്കിലും ഭഗവത്ധാമത്തിൽ എത്തണമെന്ന് തീരുമാനിക്കാതെ, എന്ന് ചിന്തിക്കാതെ, എന്ന് മനസ്സിലാക്കാതെ, ഭഗവാൻ ഇല്ലാന്ന് തെളിയിച്ചിട്ട് അങ്ങനെയൊക്കെ എന്ത് നേടാനാണ്? മറ്റുള്ളവരെ കൂടെ നിരീശ്വരവാദിയാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രൈം മോട്ടോവ്, അല്ലെ? വല്ല ആവശ്യമുണ്ടോ? എവിടെ നന്നാവാനാണ്? അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ. അവരുടെ പുറകെ ഓടി നടക്കാനായിട്ട് ഒത്തിരി ആൾക്കാരും ഉണ്ട്. അതാണ് അത്ഭുതം, അല്ലേ? അവരെ സിംഗടി ആവാനായിട്ട്, അവര് മണിയടിച്ച് നടക്കാനും ആൾക്കാരും ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല, അല്ലേ? അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്.
അപ്പോ അങ്ങനെയുള്ള ആൾക്കാരാണ് ഭഗവാനെ ആശ്രയിക്കാത്തവർ. ഇതും ഭഗവാനാണ് പറയുന്നത്, ഇതെല്ലാം ഭഗവാൻ തന്നെ പറഞ്ഞാണ്. നമാം ദുഷ്കൃതിനോ മൂഢ പ്രവൃത്തി നരാധം. അങ്ങനെയുള്ള നരയിലെ അധമന്മാർ അല്ലെ. നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. അപ്പൊ മനുഷ്യരിലെ അധപ്പതിച്ചു പോയത് അല്ലെ, അധമന്മാർ. മായാഭൃതജ്ഞാന ആസുരം ഭാവമാശ്ര അല്ലെ, അസുരന്മാരും അല്ലെ, അങ്ങനെയുള്ള ആൾക്കാർ, നിരീശ്വരരായ അസുരന്മാരും എന്നെ പ്രാപിക്കുന്നില്ല അല്ലെ, സോറി, എന്നെ ശരണം പ്രാപിക്കുന്നില്ല. എന്റെ അടുത്തേക്ക് അവരാരും വരുന്നില്ല. ഭഗവാൻ എന്തെങ്കിലും വിഷമമുണ്ട്, ഭഗവാൻ എന്തെങ്കിലും നഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. ഇവർക്ക് തന്നെ നഷ്ടം അല്ലേ? അവരെന്നെ വീണ്ടും വീണ്ടും ജനിച്ച് ഇവിടെ കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭഗവാനൊന്നും നേടാനൊന്നുമില്ല, ഭഗവാനൊന്നും നഷ്ടപ്പെടാനുമില്ല. ഓക്കെ, ഭഗവാൻ എല്ലാം തികഞ്ഞ ആളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്നത്തെ പുസ്തകത്തില് ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനി ച ഭരതശുഭ. ഹേ ഭരത കുലശ്രേഷ്ഠ, സുഹൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? സുഹൃതി. അപ്പൊ സുഹൃതി വേണം അല്ലേ? ആ സുഹൃതി ഉള്ളത് കൊണ്ടാണ് ഈ 4 കൂട്ടരും ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. എന്താണ് ഈ സുഹൃതി എന്ന് പറഞ്ഞാൽ? അല്ലെ, നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് സുഹൃതി. ഫോർ എക്സാമ്പിൾ, എന്താണ്, അറിയാതെയോ കിട്ടുന്ന സുഹൃത്തുക്കളാണ് അല്ലെ. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു രാഷ്ട്രീയക്കാരൻ, ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഇങ്ങനെ ഈശ്വരനിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ വിളിക്കും അല്ലെ. പുള്ളിക്കാരനെ വിളിച്ചിട്ട് വിളക്ക് കത്തിപ്പിക്കും. ഈ വിളക്ക് എന്താണെന്നോ തിരി എന്താണെന്നോ തീപ്പെട്ടി എന്താണെന്നോ പുള്ളിക്ക് അറിയത്തില്ല അല്ലെ. എന്നാലും വന്നിട്ട് ചെരുപ്പൊക്കെ ഇട്ടാണ് സ്റ്റേജിൽ കയറി വരും. ചെരുപ്പൊക്കെ ഇട്ട് സ്റ്റേജിൽ കയറി നിന്ന് ചെരുപ്പിട്ടുകൊണ്ട് തന്നെ വിളക്കും കത്തിക്കും. കാരണം അവർക്കറിയില്ല ഇതെന്താണെന്ന്, ഈ വിളക്ക് എന്താണെന്നോ എന്തിനാ കത്തിക്കണമെന്നോ. ഉദ്ഘാടനം ചെയ്യണോ അത്രയാണ്, എടുത്ത് കത്തിക്കാൻ പറഞ്ഞ് ഞാൻ കത്തിച്ചു അല്ലേ. പക്ഷേ കത്തിച്ചു അദ്ദേഹം. അദ്ദേഹം കത്തിച്ചപ്പോ എന്താ കത്തിച്ചത്? വിളക്കാണ് കത്തിച്ചത്. വിളക്കെന്ന് പറയുന്നത് ലക്ഷ്മി, ലക്ഷ്മി എന്ന് പറയുന്നത് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പൊ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ജ്ഞാനത്തോടുകൂടി അജ്ഞാനത്തോടുകൂടി അറിഞ്ഞോ അറിയാതെ ഇയാൾ ചെയ്തു. നോക്ക്, അങ്ങേർക്കും കുറച്ച് പുണ്യം കയറുകയാണ്, അങ്ങേർക്കും കുറച്ച് സുഹൃത്ത് കിട്ടുകയാണ്. നോക്കണേ സുഹൃത്ത് പോകുന്ന വഴി വല്ല ആവശ്യമുണ്ടോ? പക്ഷെ അവർക്ക് അത് കിട്ടുകയാണ്. അത്രയും മെർസിഫുൾ ആണ് ഭഗവാൻ. അങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞ്, ഇയാളും ഭഗവാന്റെ കുഞ്ഞ് തന്നെയല്ലേ, എന്റെ കുഞ്ഞ് എന്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ളതാണ് ഭഗവാന്റെ താല്പര്യം. നോക്കൂ, എന്തെങ്കിലുമൊക്കെ അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തു തരും, തന്നുകൊണ്ടിരിക്കും ഭഗവാൻ അല്ലെ. അത്രയും മെർസിഫുൾ ആണ് ഭഗവാൻ. പക്ഷെ നമ്മളാണെങ്കിലോ, ഞാൻ വരത്തില്ല, ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞ് നിൽക്കും അല്ലെ. എനിക്ക് ഭഗവാൻ വേണം അല്ലെ. എല്ലാവർക്കും രാമരാജ്യം ഉണ്ടാവാൻ താല്പര്യമാണ്. എല്ലാവരും രാമരാജ്യത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്, ഈ രാജ്യം അങ്ങനെ രാമരാജ്യമാക്കാനായിട്ട്. പക്ഷെ രാമന് ഇഷ്ടമല്ല അല്ലെ, കൃഷ്ണനെ ഇഷ്ടമല്ല. കൃഷ്ണനെ ഇല്ലാതെ, രാമൻ ഇല്ലാതെ ഒരു രാമരാജ്യം വേണം, അതാണ് അവർക്ക് താല്പര്യം. എല്ലാവരുടെയും താല്പര്യം അതാണ്. ഭൂരിഭാഗം നിരീശ്വരവാദികളുടെയും താല്പര്യം അതാണ് അല്ലെ. രാഷ്ട്രീയക്കാരുടെ എല്ലാവരുടെയും താല്പര്യം അതാണ് അല്ലെ. ഏഹ് പ്രസംഗിക്കാൻ കൊള്ളും, പക്ഷെ ഇവരാരും പ്രാക്ടിക്കൽ ആവില്ല. അപ്പൊ ഹേ ഭരത ശ്രേഷ്ഠ സുഹൃതികള. അപ്പൊ അങ്ങനെയാണ് സുഹൃതി കിട്ടുന്നത് അല്ലെ. നമ്മൾ വെറുതെ ഒരാളിങ്ങനെ നടന്നു പോകുന്നു, അപ്പോൾ അവിടെ കുറെ ചെടികളുണ്ടായിരുന്നു, ആ ചെടികളൊക്കെ വാടി നിൽക്കുന്നു അല്ലെ. എന്നാൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിക്കാന്ന് വിചാരിച്ച് പാങ്ങളല്ലേ, അച്ചിരി പൂവൊക്കെ വന്നാൽ നമുക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കുകയാണ്. ഏഹ് അയാളുടെ നല്ല കാര്യത്തിന് ആ ചെടി എന്തോന്ന് അറിയോ? തുളസി ചെടിയായിരുന്നു. ആ തുളസിയിൽ വെള്ളം ഒഴിച്ചില്ലേ, അപ്പൊ കുറച്ച് പുണ്യം കിട്ടി അല്ലേ. അയാൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്, പക്ഷെ അതിന്റെ പുണ്യം അങ്ങനെ കിട്ടണം. അതാണ് സുഹൃതി എന്ന് പറയുന്നത്. അങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് കുറെ സുഹൃതികൾ, അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന സുഹൃതികൾ. ഏഹ് അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് പ്രസാദം കൊടുത്തു അല്ലെ, സുഹൃതികൾ. അങ്ങേർക്ക് ഒരാള് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇവിടെ ഒരു കൃഷ്ണബലരാമ ടെമ്പിൾ ഉണ്ടല്ലോ, ഇസ്കോണ്ട്, അത് എവിടെയാണെന്ന് ചോദിച്ചു. അതെ, ആ വളവിലോട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ ഒരു കയറ്റമുണ്ട്, ആ കയറ്റത്തിന് താഴെ ഇരിക്കുന്ന അല്ലേ. പറഞ്ഞു, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്, അറിഞ്ഞോ അറിയാതെ. അയാൾ ഇതുവരെ അമ്പലത്തിൽ കയറിയിട്ടില്ല, അതുവഴി നടന്നു പോകുമ്പോൾ അമ്പലമാണെന്ന് അറിയാം അദ്ദേഹത്തിന്, അതിനുവേണ്ടി പറഞ്ഞു കൊടുത്തു. പക്ഷെ എങ്ങൾക്ക് പോലും ആ സുഹൃതി കിട്ടുകയാണ്. ഈ ജന്മത്തിലല്ല, പിന്നെയും കുറെ ജന്മങ്ങളിൽ ഇങ്ങനെ സുഹൃതി ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത് കൂട്ടി 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 വെച്ച് അവസാനം ഒരു ദിവസം ഒരു ജന്മം കിട്ടും അല്ലെ. അന്ന് അയാൾ ഒരു ഭക്തന്റെ വീട്ടിലായിരിക്കും ജനിച്ചത് അല്ലെ. അല്ലെങ്കിൽ ഒരു ഭക്തനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുമായിട്ടായിരിക്കും, ആളുടെ കൂടെ ആയിരിക്കും സഹവാസം. അങ്ങനെ അങ്ങേർക്ക് എവിടെ വരാൻ പറ്റും? ഭഗവാന്റെ അടുത്തെത്തി, ഭഗവാന്റെ താമസത്തിലേക്ക് വരാൻ പറ്റും അല്ലെ. അതിനെയാണ് സുഹൃതി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ആ സുഹൃത്തികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. അപ്പൊ അങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത സുഹൃതം കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. ദുഃഖിതൻ ധനകാംക്ഷി ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ഞാൻ അല്ലെ. ദുഃഖിതൻ എന്ന് പറയുമ്പോൾ ആരാണ്? പതുക്കെ നോക്കാം ഒരെണ്ണമായിട്ട്. അല്ലെ, ഇവിടെ 4 കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്.
ആർത്തോ എന്ന് പറഞ്ഞാല് ആരാണ്? ദുഃഖിതൻ. ഇവിടെ നമ്മൾ ഭാഗവത്തിലൊക്കെ അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഗജേന്ദ്രനാണ്. ഗജേന്ദ്ര മോക്ഷം കഥ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ആ ഗജേന്ദ്രനിലെ ഗജേന്ദ്രൻ, ആ ഗജേന്ദ്ര മോക്ഷത്തിലെ ഗജേന്ദ്രൻ ഒരു വലിയ ആന രാജാവായിരുന്നു. ആ ഗജേന്ദ്രന് 10,000 ആനകളുടെ എന്താണ് ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു ചെറിയൊരു ഹുഹു എന്ന് പറയുന്ന ഒരു മുതല വന്ന് കഴിച്ചപ്പോ അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റിയില്ല അല്ലെ? ആ മുതലയെ വായിക്കാത്തുനിന്ന് കാലെടുക്കാൻ പറ്റിയില്ല. കുറെ നേരമൊക്കെ ഭാര്യമാരൊക്കെ കൂടെ നിന്ന് കരഞ്ഞു അല്ലെ, അയ്യോ ഭഗവാന്, ദേവ ഓടി വരൂ എന്നൊക്കെ, രക്ഷപ്പെട്ടു വരൂ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ സഹായിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ കളഞ്ഞിട്ട് പോയി. കൂട്ടുകാരെല്ലാരും കളഞ്ഞിട്ട് പോയി, ബന്ധുക്കളെല്ലാരും കളഞ്ഞിട്ട് പോയി, സുഹൃത്തുക്കളെല്ലാരും കളഞ്ഞിട്ട് പോയി. അപ്പൊ ഒറ്റയ്ക്ക് നിന്ന് അല്ലെ, പിന്നെ ഒറ്റയ്ക്കായി യുദ്ധം. അപ്പോഴാണ് അല്ലെ കുറച്ച് ഏതോ ജന്മത്തിൽ അറിയുന്ന കുറച്ച് എന്താണ് മന്ത്രം പറഞ്ഞിട്ട് ഒരു താമരപ്പൂ പറിച്ച് ഭഗവാൻ ഓഫർ ചെയ്യുന്നത്. അപ്പോഴാണ് ഭഗവാൻ ഓടി വരുന്നത് അല്ലെ, ഉടയുടെ പോലും എടുത്തത് അത് എന്റെ കുഞ്ഞു വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരുന്നത് അല്ലെ. അപ്പൊ അതാണ് എന്താണ് ഗജേന്ദ്ര വിഷമം കൊണ്ട് ഭഗവാനെ സമീപിച്ചു അല്ലെ, ദുഃഖം കൊണ്ട് സമീപിച്ചു. എന്താണ് ഗജേന്ദ്രൻ. പിന്നെ അടുത്തത് ആരാ? ജിജ്ഞാസു. സനകാദികുളി ഋഷിമാർ അല്ലെ, നൈമിഷരണ്യയില് കുറെ ആയിരക്കണക്കിന് എന്താണ് ഋഷിമാർ അവിടെ കൂടി. അവരെന്തിനാ? അവർ ജിജ്ഞാസുക്കളാണ്. അവർ കൂടുതൽ ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. അവർക്കൊരു താല്പര്യമുണ്ട് അല്ലേ? അപ്പൊ അതാണ് ജിജ്ഞാസു. പിന്നെന്താണ്? അർത്ഥാർത്ഥി. അർത്ഥം വേണമെന്ന് പറഞ്ഞാൽ ധനം വേണം, അല്ലെങ്കിൽ സമ്പത്ത് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യസാധികൾ വേണം അല്ലെ, അർത്ഥാർത്ഥി. അപ്പൊ അതിന് നമ്മുടെ ഭാഗവതത്തിലെ ഉദാഹരണം എന്ന് പറയുന്നത് ധ്രുവ മഹാരാജ. ധ്രുവ മഹാരാജ എന്തിനാ ഭഗവാനെ കാണാൻ പോയത്? എന്റെ അച്ഛനെ കാണും, എന്റെ അപ്പൂപ്പനെ കാണും അല്ലെ, വലിയ സാമ്രാജ്യം എനിക്ക് വേണം, അവിടെ ഒരു വലിയ സിംഹാസനത്തിൽ എനിക്കിരുന്ന് രാജാവായി ഭരിക്കണം. ഭൗതികമായിട്ടുള്ള താല്പര്യമല്ലേ? ആ താല്പര്യമായിട്ടാണ് ഭഗവാന്റെ അടുത്ത് പോയത് അല്ലെ, അർത്ഥാർത്ഥി. കുറച്ച് അർത്ഥം, കുറച്ച് എന്താണ് ധനം വേണം, അല്ലെങ്കിൽ രാജ്യം വേണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഭഗവാൻ അന്വേഷിച്ച് പോയത് അർത്ഥാർത്ഥി. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ കണ്ടപ്പോ ഇതെല്ലാം മറന്നു അല്ലെ. ധ്രുവം വിചാരിച്ചു അല്ലെ, ധ്രുവം പറഞ്ഞു, അയ്യോ ഞാൻ കുറെ കുപ്പിച്ചെല്ലിന് വേണ്ടിയല്ലോ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത് അല്ലെ, അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് അതൊന്നും വേണ്ട ഭഗവാൻ, എനിക്ക് ഒരു വരവും വേണ്ടെന്ന് ആര് പറഞ്ഞു? ധ്രുവ മഹാരാജ് പറഞ്ഞു. ഭഗവാൻ വിടുവോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ മനസ്സിലുള്ള എന്ത് താല്പര്യം ഉണ്ടോ അതെല്ലാം ഞാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് പോവാൻ. അർത്ഥാർത്ഥം. അപ്പൊ അതാണ് ധ്രുവ മഹാരാജ്, അനിരുദ്ധ്. ഇനി ജ്ഞാനികൾ ആരാണ്? 4 കുമാരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അല്ലെ? വളരെയധികം പ്രാധാന്യമുള്ള 4 കഥാപാത്രങ്ങൾ അല്ലെ. ബ്രഹ്മദേവൻ അവരെ ഉണ്ടാക്കിയപ്പോ അല്ലെ, അവരെ ജനിപ്പിച്ചപ്പോ 4 കുമാരന്മാരെ ജനിപ്പിച്ചത് എന്തിനാണ്? ഇവിടെ പോപ്പുലേഷൻ, ജനങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവരെ നിയോഗിച്ച ജോലി. പക്ഷെ അവരെന്ത് പറഞ്ഞു? അയ്യയ്യേ, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഏഹ് അതൊക്കെ എന്താണ് വളരെ എന്താണ് മോശപ്പെട്ട പരിപാടികളാണ്. ഏഹ് അതെല്ലാം എന്താണ് തമോ ഗുണത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉള്ളതാണ്, നമുക്കതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഭഗവാനല്ല വേറൊരു പരിപാടിയില്ല ഇല്ലേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എന്നും പറഞ്ഞിട്ട് അവര് എന്താണ് അവർ പോയി. അപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്. എന്താണ് നമ്മുടെ ബ്രഹ്മദേവൻ ശപിച്ചു, നീയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് അവർ വളരാതെ 4 കുമാരന്മാരായിട്ട് ഇപ്പോഴും 4 കുമാരന്മാരായിട്ടിരിക്കും അല്ലെ. അവർക്ക് വളർച്ചയില്ല. അതാണ് അവരുടെ ശാപം. അത് അവർക്ക് നന്നായി അല്ലെ. പക്ഷെ അവര് ആദ്യമൊക്കെ ഭഗവാൻ അവ്യക്ത ഗതിവാദികളായിരുന്നു. അതായത് ഭഗവാൻ രൂപമില്ലാന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു ദിവസം ഭഗവാനെ കാണുകയും വൈകുണ്ഠ ലോകത്ത് നിന്ന് ഭഗവാനെ കാണുകയും ഭഗവാന്റെ കാൽച്ചുവട്ടിലുള്ള തുളസി മണപ്പിച്ചപ്പോഴാണ് അവർക്ക് എല്ലാ ബുദ്ധിയും വന്നത് അല്ലെ, അവർക്ക് എല്ലാ വിവരവും വന്നത്. ജ്ഞാനി വന്നു, ജ്ഞാനം വന്നു. അതാണ് ജ്ഞാനി അല്ലെ, കുമാരൻ. അപ്പൊ അവരെയാണ് അല്ലെ, അത് തുളസിച്ചിട്ട് ആ ഒരു ചിത്രം കണ്ടില്ല, അവരിങ്ങനെ കാല് കയ്യിൽ കൂടെ 4 വാഴക്കും നോക്കി നടക്കും, എന്നിട്ട് ഭയങ്കര സന്തോഷമാവുന്നു അല്ലെ, കുമാരന്മാർ. അതാണ് ജ്ഞാനികൾ. അപ്പൊ ഈ 4 പേര് അർത്ഥോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനികൾ അല്ലെ. അതില് ജ്ഞാനികളോടാണ് ഭഗവാൻ ഒരു ഇച്ചിരി കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ആൾക്കാർക്ക് വിഷമങ്ങൾ വരുമ്പോ അവര് പലതരത്തിലാണ് എന്താണ് അഭയം പ്രാപിക്കുന്നത്. ഉം. ചിലര് തമോ ഗുണത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് വിഷമം വന്നാൽ അവരെന്ത് ചെയ്യും? ഓടിപ്പോയി ചാരായം വാങ്ങിച്ചു കുടിക്കും അല്ലെ, മദ്യം വാങ്ങിച്ചു കുടിക്കും അല്ലെ, അല്ലെങ്കിൽ അവര് കഞ്ചാവ് അടിക്കും, ഇങ്ങനെ വലിച്ചു വിടും അല്ലെ, വിടും അല്ലെ. അപ്പൊ അവർക്കൊരു ആശ്വാസം, അവരിതെല്ലാം മറക്കുമെന്നാണ് ഇവര് വിചാരിക്കുന്നത്. പക്ഷെ മറക്കത്തൊന്നുമില്ല. അതിന്റെ കിക്ക് കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ വരും അല്ലെ. അപ്പൊ അതൊക്കെ താൽക്കാലികമാണ്. പിന്നെ എന്താണ്? പിന്നെ അവരെന്ത് ചെയ്യും? ആരെങ്കിലും എടുത്തിട്ട് അടിക്കും അല്ലെ, കൈ കിട്ടുന്നവരെയൊക്കെ എടുത്തിട്ട് അടിക്കും, അവർക്ക് ദേഷ്യം വരും അല്ലെ. കാര്യം എന്താണ്? അവർക്ക് വിഷമമാണ്. വിഷമം വരുമ്പോൾ ഇതാണ് അവരുടെ ജോലി. ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് അടിക്കുക.
പിന്നെ രജോ ഗുണത്തിലുള്ളവരാണെങ്കിലും അവര് എന്താണ് മറ്റുള്ള ഇന്ദ്രിയ എന്താണ് ഈ തൃപ്തിക്ക് വേണ്ടി ഓടും, അല്ലെങ്കിൽ കുറച്ച് കാശ് ഉണ്ടാക്കാനായിട്ട് ഓടും, അല്ലേ? അത് കാശുണ്ടാക്കി ആ ഒരു സംതൃപ്തി നേടും. സത്വഗുണത്തിലുള്ളവരാണെങ്കിലും അവർ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കും, അല്ലെ? വായിക്കും, ഭഗവത്ഗീത വായിക്കും, ഭാഗവതം വായിക്കും, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെയുള്ളവര് ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ളൊരു താല്പര്യത്തോട് നിൽക്കും, അല്ലേ? ഇതിന്റെ മുകളിലാണ് ആര്? ഭക്തന്മാർ. അവരെന്ത് ചെയ്യും? ഭഗവാൻ കൃഷ്ണന്റെ, ശ്രീകൃഷ്ണന്റെ അഭയം തേടും. മനസ്സിലായില്ലേ? അപ്പൊ ഈ തരത്തിലുള്ള 4 ആൾക്കാരാണ്. അപ്പോ ഇവരാരും തന്നെ എന്താണ്, ഇപ്പൊ നാലാമത്തെ പറഞ്ഞ ആളാണെങ്കിൽ പോലും അവരാരും തന്നെ എന്താണ്, അവർ ശുദ്ധഭക്തരല്ല. അവരുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്, അല്ലെ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്, അല്ലേ? അവർക്ക് എന്തൊക്കെയോ താല്പര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. എന്തിനാണ് അവര് കൃഷ്ണാപൂരത്തിലേക്ക് വന്നത്? എന്തോ താല്പര്യമുണ്ട്. ചിലർ പറഞ്ഞു അവിടെ നല്ല പ്രസാദം കിട്ടും, അല്ലേ? അവിടെ ചുമ്മാ ഇരുന്ന് ഉറങ്ങിയാലും മതി, അവർക്ക് പ്രസാദം കിട്ടും. അമ്പലത്തിൽ പോയാൽ മതി, അവിടെ ഭാഗവത് നടക്കും, ഭഗവത്ഗീത നടക്കും, അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ, പക്ഷെ അത് കഴിയുമ്പോൾ നല്ല പ്രസാദം കിട്ടും. പ്രസാദത്തിന് വേണ്ടി കൂടുതൽ ആൾക്കാർ, 90% ആൾക്കാരും ഇസ്കോണിലേക്ക് വരുന്നത് പ്രസാദം നോക്കിയിട്ടാണ്, അല്ലേ? ആ പ്രസാദത്തിന്റെ രുചിയിലാണ് ആൾക്കാർ വരുന്നത്. നല്ല കാര്യമാണ്, അതെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അല്ലേ? ആ പ്രസാദത്തിന്റെ പേരിലെങ്കിലും ആൾക്കാർ വരുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടംപോലെ പ്രസാദം കൊടുക്കും, അല്ലേ? പ്രസാദത്തിന് അടിമപ്പെടണം. പിന്നെ പ്രസാദം ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? പ്യൂരിഫിക്കേഷൻ സംഭവിക്കും, നമ്മൾ ശുദ്ധമാവും, അല്ലേ? അങ്ങനെ ശുദ്ധമാകുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള താല്പര്യമുണ്ട്. അല്ല, ഒരു ദിവസം പോലും ഭഗവാനെ, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഭഗവാനെ കാണണം എന്നുള്ളൊരു താല്പര്യം, ഇതിനെക്കുറിച്ച് കേൾക്കണം എന്നുള്ള താല്പര്യം വരും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള താല്പര്യം വരാൻ വേണ്ടി ഈ പ്രസാദം വളരെയധികം ഉപയോഗപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രസാദം എല്ലാ ഇസ്കോട്ടുകളിലും കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ അവസാനം എന്ത് സംഭവിക്കും? ആ ഒരു ഭഗവാനിലേക്ക് വരും, അത്ര തന്നെ. അല്ലെ? എങ്ങനെ? പ്യൂർ ഡിവോട്ടി, അല്ലെ? ശുദ്ധമായ ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷനിൽ, അല്ലെ, അവരെല്ലാവരും ഭഗവാനെ അന്വേഷിച്ച് വരുമെന്നാണ്. അപ്പോ നമുക്ക് അവരിൽ എന്തുണ്ടാക്കണം? അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം, ഒരു താല്പര്യം, അല്ലെ? അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കണം, അല്ലെ? അപ്പോ അപ്പൊ ഇതൊക്കെ ആ അസോസിയേഷനാണ് എന്താണ്, എന്താണ് ഭക്തന്മാരെയൊക്കെ, അല്ലെ, നമ്മൾ ശുദ്ധ ഭക്തന്മാരായി തീർക്കാൻ സാധിക്കുന്നത്. അസോസിയേഷൻ വലിയ കാര്യമാണ്. നാമം ചെയ്യണം, നാമം ജപിക്കണം, പിന്നെയോ നമ്മൾ അസോസിയേഷൻ, നമ്മളിപ്പോ ഒരു നല്ലൊരു അസോസിയേഷനാണ്, അല്ലേ? ഒരു സത്സംഗത്തിലാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പൊ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നുണ്ട്, തേഷാം ജ്ഞാനിനി യുക്ത നിത്യയുക്ത നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യത. ഏകഭക്തിർ, അവിടെ പറയുന്നത് ഏകഭക്തിർ, അല്ലേ? പ്രയോഹി ജ്ഞാനി ന്യോർത്ത് അർത്ഥം സച്ച മമ പ്രിയ. മമ പ്രിയ, അല്ലേ? അപ്പോ ജ്ഞാനിയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നോട് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലേ? കാര്യം എന്താണ്? അവര് എല്ലാ ദിവസവും മംഗളാരതിക്ക് വരും, മുടങ്ങാതെ വരും. എല്ലാ ദിവസവും ഭാഗവതം കേൾക്കും, ഭാഗവതം വായിക്കും. എല്ലാ ദിവസവും ഭഗവത്ഗീത ക്ലാസ് കേൾക്കും, ഭഗവത്ഗീത വായിക്കും. ഒരു ശ്ലോകങ്ങളിൽ അവർ ഉറങ്ങാതെ ഉറങ്ങത്തില്ല, അല്ലെ? ഒരു ശ്ലോകങ്ങളിൽ വായിക്കാതെ അവര് ഉറങ്ങത്തില്ല, അല്ലേ? പിന്നെയോ ഏകഭക്തിർ വിശിഷ്യതേ. വൺ പോയിന്റ് ആണ്. അതായത് എല്ലാരെയും കൂട്ടിപ്പിടിക്കുന്നു, 33 കോടിയും പിടിച്ചിട്ടില്ല. പിന്നെയോ ഒരു സ്ഥലത്ത് മാത്രമാണ് അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആര്? കൃഷ്ണ ഭക്തിയിൽ മാത്രം, കൃഷ്ണനിൽ മാത്രം. അതാണ് എന്താണ് ഏകഭക്തിർ വിശിഷ്യതേ എന്ന് പറയുന്നത്. ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മളിപ്പോ മറ്റൊരു കാര്യം നമ്മള് സാധാരണ പറയില്ല, അല്ലെ? നീ ഇതെല്ലാത്തിലും കൂടി കൂട്ടിപ്പിടിക്കാതെ ഏതെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കും, ഇപ്പൊ നിനക്ക് അത് നന്നായിട്ട് മനസ്സിലാവും എന്ന് പറയില്ലേ? കാരണം നമ്മൾ അത് വാസ്തവമാണ്, അത് സത്യമാണ്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അത് യഥാർത്ഥമായിട്ടുള്ള സത്യത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. വല്ലത്തിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഉപയോഗമില്ല, അല്ലേ? അപ്പോ ബാക്കി കൂടുതൽ ആൾക്കാരും വരുന്നത് എന്തിനാണ്? എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ ഉള്ളിൽ വെച്ചിട്ടാണ് വരുന്നത്, അല്ലേ? അവർക്ക് ഒരിക്കലും എന്താണ് മുക്തി കിട്ടത്തില്ല. ജ്ഞാനിക്കാണെങ്കിലോ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, അല്ലെ? പക്ഷെ എനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അതാണ് ഏറ്റവും നല്ലത്, അല്ലെ? നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യണം എപ്പോഴും. ഉം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അവരെല്ലാവരും ഏകഭക്തിർ വിശിഷ്യത് എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പോൾ അങ്ങനെയായിരിക്കും, നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം. എല്ലാത്തിലും കൂടി ചുറ്റിപ്പിടിക്കാതെ, ഉം, എന്താണ്, ആ, ഇന്നലെ നമ്മളെ ഇവിടെ സംഘർഷണ അധികാരി ആ, ഗുരുദേവന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ KBL വെച്ച ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ ചോദിച്ച ചോദ്യം എന്താണ്, ആ, കൃഷ്ണഭക്തരുണ്ട്, ശിവഭക്തരുണ്ട്, ശൈവരും വൈഷ്ണവരും.
അപ്പൊ ശൈവര് ചെന്ന് കഴിഞ്ഞാല് ശിവഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് പ്രസാദിക്കും അല്ലെ, ചോദിക്കുന്ന എന്തും കൊടുക്കും. അപ്പൊ ധനമൊക്കെ വേണ്ടവരൊക്കെ അവിടെ പോയിട്ട് ധനമൊക്കെ ഇഷ്ടം പോലെ വാങ്ങും. പക്ഷെ കൃഷ്ണന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ധനമൊക്കെ നഷ്ടപ്പെടുമല്ലോ എന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതെന്താണ്, ശരിയാണോ? നഷ്ടപ്പെടുമെന്ന് പറയുന്നത് തെറ്റാണ്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഭഗവാന് നമ്മളോട് വിരോധമൊന്നുമില്ല. പക്ഷേ ശിവഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, അവരിവിടെ അത് ആനന്ദിച്ചുകൊണ്ടിരിക്കും. അവരിവിടെ ബർത്ത് ആഫ്റ്റർ ബർത്ത് അല്ലെ, ജന്മ മരണങ്ങൾ, ജനിച്ചുകൊണ്ടിരിക്കും, മരിച്ചുകൊണ്ടിരിക്കും, ജനിച്ചുകൊണ്ടേയിരിക്കും, മരിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അതിലൊരു ഒരു വ്യത്യാസം വരില്ല. ശിവഭഗവാൻ എല്ലായ്പ്പോഴും അവരെ അനുഗ്രഹിക്കും അല്ലെ, വല്ല ഉപയോഗമുണ്ടോ? നേരെ മറിച്ച് കൃഷ്ണഭക്തനാണെങ്കിലോ, കൃഷ്ണഭക്തനെ ഭഗവാൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളുടെ ഉള്ള അറ്റാച്ച്മെന്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട്, അതായത് അതിനോടുള്ള താല്പര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഭഗവത് ധാമം പറഞ്ഞ് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് അദ്ദേഹം തരുന്നത് അല്ലേ. കാരണം എങ്ങനെയെങ്കിലും എന്റെ ധാമത്തിലേക്ക് എന്റെ മക്കളെ എല്ലാവരും കൊണ്ടുപോകണം എന്നുള്ള താല്പര്യം ആർക്ക് മാത്രമേ ഉള്ളൂ? കൃഷ്ണ ഭഗവാന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ആ താല്പര്യത്തിന്റെ ആവശ്യമില്ല അല്ലെ. അവർക്ക് എല്ലാവർക്കും ചോദിക്കുന്നതൊക്കെ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ള ഒരു താല്പര്യം മാത്രം. അവരിഷ്ടം പോലെ കൊടുക്കും. അപ്പൊ നമ്മൾ അവിടെ പോയി എന്താ ചോദിക്കേണ്ടത്? എനിക്ക് കൃഷ്ണഭക്തി തരണേ ഭഗവാനെ എന്ന് വേണം ചോദിക്കാനാണ്. അത് അത് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആ പദവിയിലിരിക്കുന്നത് അല്ലെ. അപ്പൊ ശിവഭഗവാന് നമുക്ക് ഇഷ്ടംപോലെ കൃഷ്ണഭക്തി തരാൻ പറ്റും. നമ്മൾ അത് വേണം ചോദിക്കാനായിട്ട്. എനിക്ക് ഒരുപാട് കൃഷ്ണഭക്തി തരണേ അല്ലെ. അപ്പൊ അതാണ്, എനിക്ക് ഭക്തിയിലേക്ക് ഉയരാൻ വേണ്ടി എന്താ മാർഗം, അതിനു വേണ്ടി വേണം നമ്മൾ എപ്പോഴും ശ്രമിക്കാൻ അല്ലെ. അപ്പൊ നിത്യയുക്തയായിരിക്കണം. നിത്യയുക്തം എന്ന് പറഞ്ഞാൽ ഇന്ന് ജപിക്കും, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ജപിക്കില്ല അല്ലെ. പിന്നെ 3 വീണ്ടും ജപിക്കും, ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ജപിക്കും. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ജപിക്കും, 2 ദിവസത്തേക്ക് ജപിക്കില്ല. അങ്ങനെയാ, അങ്ങനെ പറയും. ഒക്കേഷണൽ അല്ലെ. ഇത് എന്താണ്, ഇതൊരു എന്താ പറയാ, ഒരു പാർട്ട് ടൈം അല്ല, പിന്നെയോ ഇത് ഫുൾ ടൈം ആയിരിക്കണം. നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്തായിരിക്കണം? ഭക്തി ആയിരിക്കണം, ഭഗവാനായിരിക്കും. അതാണ് നിത്യയുക്ത എന്ന് പറയുന്നത്. അല്ലാതെ വല്ലപ്പോഴും യുക്ത അല്ല. നിത്യമായി നമ്മൾ ചെയ്യുന്നു. എല്ലാ ദിവസവും നമ്മൾ ഈ സത്സംഗത്തിൽ കയറും അല്ലെ. അത് കയറിയില്ലെങ്കിൽ നമുക്കൊരു വിഷമമല്ലേ, ഒരു വെപ്രാളമല്ലേ. ഷോ, ഇതെന്തോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് പോലെ ഉണ്ട്, ഇനി എന്തോ ഒരു ഗ്യാപ്പ് അല്ലേ. നമുക്ക് അനുഭവമില്ലേ അത്? അത് ഇതിന്റെ സുഖം അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ? വെറുതെ പൈതൽ പ്രഭു വിളിച്ചതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. തല്ലി പഴിപ്പിച്ചാൽ അതിന്റെ മധുരം കൂടുവോ? ഇല്ല, അത് കുറയത്തേ ഉള്ളൂ അല്ലെ. നേരെ മറിച്ച് സ്വയം പഴുത്തു കഴിഞ്ഞാലോ അതിന്റെ ഒരു രുചി പ്രത്യേകമാണ്. ഈ തത്ത കഴിക്കുന്ന പഴം കണ്ടിട്ടില്ലേ അല്ലെ, അത് സ്വയം പഴുത്തതാണ്. അതുകൊണ്ടാണ് തത്തയ്ക്ക് അറിയാം ഏറ്റവും മധുരമുള്ള ഏതായിരിക്കും. തത്ത കുത്തിയ പഴത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മധുരം. അത് വേണം നമ്മൾ കഴിക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ നിത്യയുക്തമായിരിക്കണം, എപ്പോഴും നമ്മളെ സദാ ഹരിയായിട്ടിരിക്കണം. അതിൽ ഒരു ദിവസം പോലും നമ്മൾ അതില് എന്താണ് വെള്ളം ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് ലേസിനെസ് കാണിക്കാൻ പാടില്ല എന്നാണ്. ഉഴപ്പാൻ പാടില്ല. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ഇപ്പോ നമ്മൾ സദാ ഹരിയായിട്ടിരിക്കുകയാണ് അല്ലെ. വേറെ ഒരു ഭൗതികമായിട്ടുള്ള യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. പിന്നെ നിത്യയുക്തമായിരിക്കണം, ഏകഭക്തിയായിരിക്കണം. ഈ 2 വാക്കുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്താണ് നിത്യയുക്ത, ഏകഭക്തി? ഭഗവാന് മാത്രം നമ്മൾ ശരണം പ്രാപിക്കുക. പറഞ്ഞിട്ടില്ലേ, എന്താണ് മാം ഏകം ശരണം പ്രജ എന്ന് ഇത്ര പ്രാവശ്യം പറഞ്ഞു, ഇത്ര പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നെ മാത്രം ശരണം പ്രാപിക്കൂ, ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം. നിങ്ങൾ വേറെ ആരുടെയും പറയേണ്ട ആവശ്യമില്ല അല്ലെ. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ എന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാ ധർമ്മങ്ങളും വിട്ടേക്കൂ, എന്നെ ശരണം പ്രാപിക്കും, ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് പറയും. പക്ഷെ നമുക്ക് ഭൗതികമായി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഈ ഈ ഈ ഈ ഈ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരും. അതൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മൾ ഭഗവാനെ ആശ്രയിച്ചാൽ മതി അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആള് എന്താണ്, ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്നത്. ഭക്തോസ്മി അല്ലെ, എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. എനിക്കോ, ഞാനോ അദ്ദേഹത്തിനും പ്രിയപ്പെട്ടവനാണ് അല്ലെ. അവിടെ ഒരു ബോണ്ടാണ്, ഭാര്യയും ഭർത്താവും പോലെ ഒരു ബോണ്ടാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിക്കാൻ ഇല്ലേ. ഈ കുമാരന്മാര് എന്താണ്, ആ തുളസിയുടെ മണം കേട്ടപ്പോ തന്നെ സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രതിയായി അല്ലേ. തീർന്നു, അതോടുകൂടി അവർ രക്ഷപ്പെട്ടു അല്ലേ. അപ്പോ മറ്റൊരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഉദാര സർവ ഏവൈത്രേ ജ്ഞാനിത്വ അത്രൈവ മേ മതം സ്ഥിത സഹി യുക്താത്മാ ഇതാണ് മാമേ വാനുമത്വമും ഗതി. അപ്പോ അവര് ചാരിറ്റി ആയിട്ട് ചെയ്താണെങ്കിൽ, ചാരിറ്റി ആയിട്ട് എന്നെ സേവിക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ ഉദാര മനസ്കത കൊണ്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുന്നു ആയിക്കോട്ടെ,
അവരുടെ ഉദാര മനസ്കത കൊണ്ട് എനിക്കൊരു ആപ്പിള് എൻ്റെ മുമ്പിൽ വെച്ച് തരുന്നു, ഒരു ഫ്രൂട്ട് തരുന്നു. അവരുടെ ഉദാര മനസ്കത കൊണ്ട് അവർ എനിക്ക് എന്നെ ഗ്ലോറിഫൈ ചെയ്ത് ഒരു മാല ജപിക്കുന്നു. ആയിക്കോട്ടെ, ഞാനത് സ്വീകരിക്കും. അല്ലെ, ചാരിറ്റി ആയിട്ട് ചെയ്താൽ പോലും, വെറുതെ ഇരിക്കല്ലേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെയ്താൽ പോലും ഞാനത് സ്വീകരിച്ചിട്ട് അവർക്ക് അതിന്റെ പുണ്യം ഞാൻ കൊടുക്കുമെന്നാണ് അവൻ പറയുന്നത്. വാക്ക് തരുമോ നമുക്ക്? അല്ലെ, അങ്ങനെ ഒരാൾ ചെയ്താൽ പോലും എനിക്ക് വളരെ സന്തോഷമാണെന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ പറയുന്നത്. അല്ലെ, നിങ്ങളുടെ ചാരിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അല്ലെ, ഭഗവാന് നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ ഒരാവശ്യമില്ല. ഭഗവാൻ അതിന്റെ ഒരു ആവശ്യമില്ല. കോടാനുകോടി ലക്ഷ്മിമാരാണ് അദ്ദേഹത്തിന് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, കോടാനുകോടി ശുദ്ധ ഭക്തന്മാരാണ് അദ്ദേഹത്തിന് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്ത് വിചാരിച്ചാലും അപ്പൊ കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. പിന്നെ നമ്മള്, അല്ലെ, ഇവിടെ ഇരുന്ന് ഒരു ദോശ ചുട്ട് കൊടുത്തിട്ട് ആണ് ഭഗവാന് കഴിക്കാനായിട്ട്. അല്ലെ, പക്ഷെ ഭഗവാന് അതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഈ ഒരു ദോശയാണ് ഇഷ്ടം. അല്ലെ, അതാണ് ഭഗവാന്റെ മേഴ്സി എന്ന് പറയുന്നത്. ഭഗവാന് ഭക്തന്മാരോടുള്ള സ്നേഹം, കൈതുക്കമായിട്ടുള്ള സ്നേഹം, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, ഒരു ബോണ്ടാണ്. അല്ലെ, ഒരു ബന്ധം, ഒരു ആത്മബന്ധം ഉണ്ട്. അത് ഭഗവാന്റെ ആ വലിയ ഹൃദയമാണ്. ഉം. അല്ലേ, നമ്മളാണെങ്കിൽ പാർട്ട് ടൈം ഭക്തന്മാരാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ശുദ്ധ ഭക്തന്മാരാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, ഈ 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, പിന്നെ നമ്മൾ പല കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവാം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഭഗവാനെ ഓർത്താനായി, ഇല്ലേ, അതല്ലേ അവിടെ കാര്യം. അപ്പൊ നമുക്ക് കുറെ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ വരും. അല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു തരുന്നത് വളരെ ചാരിറ്റിയാണ്, അല്ലെങ്കിൽ വലിയ പുണ്യമാണ്, അല്ലെങ്കിൽ എന്താണ് ഉദാരമാണ്, നമ്മുടെ ഉദാര മനസ്സുകൊണ്ട് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം പറയും. അല്ലേ, പക്ഷെ ഇതെല്ലാം തന്നെ ഉദാരമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഉം. പക്ഷെ ഭഗവാൻ ഒരു കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ വേറെ ഒരു വിഷമൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ എവിടത്തും പോകാതെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. അതാണ് എന്താണ് ഈ അസുരന്മാരും ആ, ആ, ദേവന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള പരിഗണന, വ്യത്യാസം. കാരണം രണ്ടും അദ്ദേഹത്തിന്റെ മക്കൾ തന്നെയാണ്. പക്ഷേ അസുരന്മാർ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി, അല്ലേ, ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ യുദ്ധം ചെയ്ത് ശരിയാക്കി, ഇവനെ ഇപ്പൊ ശരിയാക്കി തരാം. നേരെ മറിച്ച് ദേവന്മാർ അങ്ങനെയല്ല. ദേവന്മാർ എന്ത് വന്നാലും, അല്ലേ, എന്ത് പ്രശ്നം വന്നാലും ഓടി ആരുടെ അടുത്ത് വരും? ഭഗവാന്റെ അടുത്ത് വരും. ആ കാര്യത്തിൽ ഭഗവാൻ വലിയ സന്തോഷമാണ്. ഭക്തന്മാരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഉം. Okay. അതാണ് അതിൽ പറയുന്നത്. ഉം. അപ്പോ അപ്പോ എങ്ങനെ നമ്മള് എന്താണ് ഭഗവാനെ സമർപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണ് സമർപ്പിക്കാത്തതെന്ന് നമ്മൾ കണ്ടു, അല്ലെ? ആരൊക്കെയാണ് ഭഗവാനെ ഭജന്തേമോ അല്ലെങ്കിൽ ഭഗവാനെ എന്തുവാണ് ഭജിക്കുന്നതെന്ന്, അല്ലെ? 4 തരത്തിലുള്ള ആൾക്കാർ നമ്മൾ കണ്ടു, അല്ലെ? അപ്പൊ ഇനി എന്താണ് ഇതെങ്ങനെയാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നതെന്ന് കൂടെ ഭഗവാൻ പറയുന്നു. ഉം. നല്ലൊരു ശ്ലോകം ഉള്ളത് എന്താണ്? ബഹുനാം ജന്മന മന്ദേ ജ്ഞാനവാൻ പ്രപദ്യത്തെ. കുറെ വർഷങ്ങൾ ശേഷം, കുറെ ജന്മങ്ങൾക്ക് ശേഷമാണ്, അല്ലെ, ഒരു ഭക്തന് ഇതിനുള്ള ജ്ഞാനം പോലും കിട്ടുന്നത്. അല്ലെ, ഭഗവാൻ ആരാണെന്നും ഭഗവാനും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ആ ഒരു ഇത് വരുന്നത്, അല്ലെ, കുറെ ജന്മങ്ങൾക്ക് ശേഷമാണ്. ഉം. അല്ലെ, അപ്പോ കുറെ പല ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ബുദ്ധിയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാസുദേവ സർവമിതി, അല്ലെ, സമഹാത്മാ സുദുർലഭം. അല്ലെ, വാസുദേവ സർവമാണ്, എല്ലാം എന്താണ് വാസുദേവന്റെ ആണ്. എല്ലാം എന്താണ് ഭഗവാന്റെയാണ്, വാസുദേവന്റെ ആണ്. വാസുദേവനാണ് എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സമഹാത്മ സുദുർലഭം. അങ്ങനെയുള്ള ആൾക്കാര് വളരെ ദുർലഭമാണ്. എന്താ പറയാ അവിടെ? ദുർലഭം എന്നല്ല പറഞ്ഞത്, പിന്നെ സുദുർലഭം എന്നാ പറഞ്ഞത്. റെയർ ആണ്, പക്ഷെ എക്സ്ട്രീം റെയർ ആണ്. എക്സ്ട്രീംലി റെയർ എന്ന് പറയില്ല നമ്മൾ, അതുപോലെ, അല്ലെ? ഒട്ടും അല്പം പോലും ഇല്ല എന്നാണ്. അതാണ് റെയർ എന്ന് പറയുന്നത്. ഏഹ് അല്ലെ? ഉം. അപ്പൊ നമ്മള് 4 തരത്തിലുള്ള ആൾക്കാരെ കണ്ടു, അല്ലെ? ആരൊക്കെയാണ് ഭഗവാനെ കാണാൻ വരുന്നത്, ആരൊക്കെയാണ് ഭഗവാനെ കാണാൻ പോവാത്തത്, അതൊക്കെ നമ്മൾ കണ്ടു. അർത്ഥം, ജിജ്ഞാസി, അർത്ഥാർത്ഥി, ജ്ഞാനി. ഇതെല്ലാം സുഹൃതി ചെയ്തുകൊണ്ടാണ് അവർക്ക്, അല്ലെ, അവര് ഈ ലെവലിലേക്ക് വന്നതെന്ന് നമ്മൾ കണ്ടു. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ എന്തെങ്കിലുമൊക്കെ ഭക്തിയുമായിട്ട് എന്താണ് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഭാഗ്യം കിട്ടുന്നത്. ഉം. ആ, അത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വിവരിച്ചായിരുന്നു.
അല്ലെ? പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഒരുപാട് ജന്മം ഒരുപാട് ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് അവർക്ക് ആ ഒരു സുഹൃത്തി കിട്ടുന്നത്. അല്ലെ? അങ്ങനെയാണ് അവര് കൃഷ്ണനിലേക്ക് വരുന്നത്, കൃഷ്ണഭവനിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങനെ കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കൃഷ്ണ ഭഗവാനെ ഭജിക്കില്ല. അല്ലെ? അതൊരു വലിയ ഭാഗ്യമാണ്. നമുക്ക് എത്ര അളന്നാലും മതിയാവാത്ത, അറിയാൻ പറ്റാത്ത എന്താണ് ഒരു ഭാഗ്യമാണ്. അല്ലെ? നമ്മൾ എന്തൊക്കെ സുഹൃത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്താണ് നമ്മൾ ചെയ്തത് ഭഗവാന്റെ എന്താണ് ഭഗവാനെ സേവിക്കാൻ വേണ്ടി എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് വാസുദേവ സർവമിതി. ഏ? എല്ലാം എന്താണ്? ഭഗവാൻ വാസുദേവനാണ്. അല്ലെ? ആ, പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നത് എന്താണ്? മത്തപരതനം നാന്യ. ഭഗവാൻ പറയുന്നത് എന്താണ്? എന്നെക്കാളും ഇപ്പൊ എന്നെ സറണ്ടർ ചെയ്യും. അല്ലെ? എനിക്ക് സറണ്ടർ ചെയ്യാം. കാര്യം എന്താണ്? എന്നെക്കാളും വലിയവനായിട്ട് വേറെ ആരുമില്ല, എന്നെക്കാളും സമമായിട്ടും ആരുമില്ല. അല്ലെ? അപ്പോൾ വളരെയധികം എന്താണ് നമ്മൾ പ്യൂരിഫൈ ആവുക, നമ്മൾ ശുദ്ധരാവുക. ശുദ്ധരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തണം. അല്ലെ? എങ്കിൽ മാത്രമേ, ആ ശുദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിൽ എത്താൻ പറ്റുള്ളൂ എന്നാണ് ഭഗവാൻ. അല്ലെ? ഇവിടെ സർവമിതി എന്ന് പറയുന്നത് ഞാനാണ് എല്ലാം. അതാണ് ഈ ചില ആൾക്കാർ അതിൽ കയറി പിടിക്കുന്നത്. ആഹാ, ഞാനാണ് എല്ലാമെങ്കിൽ ഭഗവാനാണ്, ഭഗവാനുണ്ട്, അതെല്ലാമാണ്. പിന്നെ അല്ലേ, ഇപ്പൊ വേറെ എല്ലാം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും അവരും ഭഗവാൻ തന്നെയല്ലേ, അപ്പൊ ഞാനും ഭഗവാനല്ലേ എന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയാണ്. ഈ ആൾക്കാര് എന്താണ് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് വളച്ചൊടിച്ച് കുളവാക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അല്ലാതെ നന്നാവാനായിട്ട് ഒരു താല്പര്യമില്ല. അല്ലേ? ബൈ ആക്സിഡന്റ് എന്തെങ്കിലുമൊക്കെ കാര്യം കണ്ടുപിടിച്ച് അതിലിങ്ങനെ മുറുക്കി പിടിച്ചു, ആ കേട്ടോ, ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്താൽ പോലെ എന്നാണ് പറയുന്നത്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റാണ്. വാസുദേവ സർവമിതി. അല്ലെ? എന്ന് വെച്ചാല് ഭഗവാൻ എല്ലാമാണ്. പക്ഷെ എല്ലാം ഭഗവാനല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്താണ്? എല്ലാം ഭഗവാനല്ല. ഭഗവാൻ എല്ലാമാണ്. ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ എല്ലാം ഭഗവാനല്ല. അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അത് ചെറിയൊരു വരയാണ്, ചെറിയൊരു, അല്ലെ, റീഡിങ് ത്രൂ ദ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയും. അപ്പോ വാസുദേവൻ, നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും വാസുദേവനെ കാണാൻ പറ്റും. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ ഒക്കെ കാണാൻ പറ്റും. ഭഗവാനെ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഇനി എവിടെ ചെന്ന് കഴിഞ്ഞാലും ഭഗവാൻ എവിടെയൊക്കെ ഉണ്ടാവും. അല്ലേ? ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്ക് ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്ന് തെളിയിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് എന്താണ്? ഹിരണ്യകശിപുവും പ്രഹ്ലാദ് മഹാരാജ്. അല്ലെ? പ്രഹ്ലാദ് മഹാരാജ് ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ഹരിയെ കുറിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ഹരി എവിടെയാണ് കാണിച്ചത്, എല്ലായിടത്തും ഉണ്ടെന്നല്ലേ നീ പറയുന്നത്, ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. അല്ലെ? അപ്പൊ പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു, യെസ്, ആ തൂണിലുണ്ടെന്ന് പറഞ്ഞു. ഇയാളുടെ ആ ഗത എടുത്ത് ഒരു ഒറ്റ അടി ഭഗവാനെ അടിച്ചതാണ്. അല്ലെ? അടിച്ചപ്പോ എന്തോ, ആര് വെളിയിലോട്ട് വന്നു? ഹിരണ്യകശിപു ആക്രോശിച്ച് വെളിയിലോട്ട് വന്നു. ഹിരണ്യകശിപു, അല്ലെ? ഹിരണ്യകശിപു വന്നപ്പോ ഇയാള്, സോറി, ആര്, നമ്മുടെ നരസിംഹദേവൻ, നരസിംഹദേവൻ എന്താണ് ആ തൂണും പൊട്ടിച്ചിട്ട് വെളിയിലോട്ട് വന്നു. അപ്പൊ ഹിരണ്യകശിപു ഒന്ന് വേർത്തു, അല്ലെ? ഒന്ന് പെടഞ്ഞു. ഒന്ന് അന്താളിച്ചു. ഇത് ആര്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണല്ലോ, ഇതാണോ ഹരി, ആദ്യമായിട്ട് കാണുകയല്ലേ? അല്ലെ? ഏഹ് അപ്പോ പക്ഷെ എന്നിട്ട് പ്രഹ്ലാദൻ എന്താ ചെയ്തത്? ഹാരമിട്ട്, ആരൊക്കെ ഹാരം ഇട്ടത്? നരസിംഹദേവനാണ് ഹാരം ഇട്ടത്. ആ തൂണിന് പോയി ഹാരം ഇട്ടോ? ഇല്ല. ആ തൂണിൽ നിന്നാണ് വെളിയിൽ നിന്ന് വന്നതുള്ളതുകൊണ്ട് തൂണിന് ഒരു അല്പം ഒരു പ്രാധാന്യമുണ്ട്. അതിനെ നമുക്ക് നമസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഭഗവാനാണോ? അല്ല. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, വേറെ തിരിച്ചറിയേണ്ടത്. അല്ലെ? ആ ഒരു വരെ നമ്മൾ വരയ്ക്കണം എപ്പോഴും. പ്രഹ്ലാദ് നമുക്ക് കാണിച്ചു തന്നു. പ്രഹ്ലാദ് സ്തുതിച്ചതും ഭഗവാനെയാണ്, പൂജിച്ചതും ഭഗവാനെയാണ്. അല്ലാതെ തൂണിനെ പോയി എന്താണ് പൂവിടുകയും തൂണിനെ സ്തുതിക്കുകയും ചെയ്താൽ ഭഗവാനെയാണ് സ്തുതിക്കേണ്ടത്. അല്ലെ? ഭഗവാനെയാണ് ഒബേസൻസ് കൊടുത്തത്, അല്ലെങ്കിൽ നമസ്കരിച്ചു. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ എല്ലാം എന്താണ്? ഭഗവാനല്ല. എല്ലാത്തിലും നമുക്ക് എല്ലാം നമുക്ക് ഭഗവാനല്ല. എല്ലാത്തിലും ഭഗവാൻ ഉണ്ട്. അല്ല, അതിൽ ഭഗവാൻ ഇല്ലെങ്കിൽ അല്ല അതിനൊന്നും, എന്തിനാണ് അതിനൊന്നിനും ഒരു ജീവനുണ്ടാവും. അപ്പൊ അതാണ് ഉദാഹരണം അതിന്. അല്ലെ? ഇപ്പൊ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉദാഹരണം നമുക്ക് പൊട്ടി കഴിഞ്ഞാൽ, വാസുദേവ സർവമിതി. അല്ലെ? അപ്പൊ അത് ജ്ഞാനവാൻ അത് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെ? അവരത് മനസ്സിലാക്കും. മാം പ്രപദ്യതേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ഭഗവാൻ എന്താ പറയുന്നത്? എന്നിൽ ശരണം പ്രാപിക്കും. അല്ലെ? അവര് എന്നില് ശരണം പ്രാപിക്കും. അവർക്ക് മറ്റൊന്നുമില്ല, അവർക്കെല്ലാം ഞാൻ തന്നെയാണ്.
ദേവന്മാരെ പോലെ അല്ലെ. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ തന്നെയാണുള്ളത്, വേറെ ആരും അവർക്കില്ല. അല്ലേ? ഉം. അപ്പോ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സ് ഫിക്സഡ് ആണ്. എന്തിനാണ് ഫിക്സഡ്? ഭഗവാൻ ശ്രീകൃഷ്ണനിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്തിനും ഭഗവാൻ മാത്രമേ ഉള്ളൂ അല്ലേ. വാസുദേവ സർവമിതി, എല്ലാം വാസുദേവനാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനെ മാത്രം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെ. ഭഗവാനെ മാത്രം നമ്മൾ സറണ്ടർ ചെയ്യുക, ഭഗവാനെ മാത്രം നമ്മൾ പൂജിക്കുക അല്ലെ. ഭഗവാന് വേണ്ടി നമ്മൾ ജീവിക്കുക, ഭഗവാനെ സേവ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുക, ഭഗവാന്റെ നാമം പറയുക അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കൃഷ്ണാബോധ ഉള്ള ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ കൃഷ്ണാബോധ സമിതിയിലുള്ളവർക്കാണ് ഭഗവാനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് അറിയുന്നത് അല്ലെ. മറ്റു പലരും 33 കോടി ദൈവങ്ങളുടെ പുറകെ പോകുന്നവരാണ്. അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. യാരേക്കോ താരക്കഹോ കൃഷ്ണോപദേശം അല്ലെ. അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക അല്ലെ. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേർവഴിക്ക് പോവുക, അത് നമ്മൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ നമ്മൾ ഫോളോ ചെയ്തു. ഇപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിൽ വേറെ ദോഷങ്ങളൊന്നും വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരും നമ്മൾ പുറകെ വരും അല്ലേ. നീ ഇത്രയും കാലം ജപിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, നീ സന്യസിക്കാനൊന്നും പോയില്ലല്ലോ, എന്നാ പിന്നെ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കൂടെ വരും അല്ലെ. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും കൂടെ വരും, മക്കളാണെങ്കിലും കൂടെ വരും അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് അത് കാട്ടിക്കൊടുക്കണം, നമ്മളത് കാണിച്ചു കൊടുക്കണം, നമ്മൾ ഒരു ഉദാഹരണമായിട്ട് നിൽക്കണം എപ്പോഴും അല്ലെ. അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത് അതായിരിക്കും മക്കൾ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീട്ടിലൊരു വൈഷ്ണവൻ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമായി കൊടുക്കുക. അപ്പൊ അവർ പതുക്കെ പതുക്കെ, ചിലപ്പോൾ വർഷങ്ങളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും അല്ലെ, ചിലപ്പോൾ ദിവസങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അവർക്ക് അവരുടെ ആ ഒരു ഉള്ളിലുള്ള അഴുക്ക് എത്രമാത്രം ഉണ്ടോ അത്രയും മാത്രം കാലാവധി എടുക്കും ഇത് മനസ്സിലാക്കാനായിട്ട്. അഴുക്ക് കുറവാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലേ. അതിനായിരിക്കും അവര് ഈ ഒരു എന്താണ് കുടുംബത്തിൽ വന്ന് ജനിച്ചതും ഇങ്ങനെ ഒരു അനിയന്റെ ഭാര്യ എന്താണ് ഭർത്താവിന്റെയോ ഭാര്യയുടെ ബന്ധുവായിട്ട് ജീവിക്കാനൊക്കെ അവർക്ക് സാധിച്ചത് അതുകൊണ്ടായിരിക്കും. അവർക്ക് അതിനുള്ള സമയമായിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. അതാണ് ഇന്നത്തെ ക്ലാസ്. ഇതാണ് എല്ലാം മാറ്റി വെച്ചിട്ട് ഭഗവാനെ മാമേകം ശരണം പ്രജ, ഭഗവാനെ മാത്രം ജപിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ എന്തെങ്കിലും പ്രഭു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുജി, നമ്മളിപ്പം ബ്രഹ്മസമ്പ്രദായം, രുദ്രസമ്പ്രദായം, അപ്പൊ ഇങ്ങനെ 4 സമ്പ്രദായം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബാക്കി രണ്ടെണ്ണം എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവരും ഇത് തന്നെയാണോ ഫോളോ ചെയ്യുന്നത്, അതോ എങ്ങനെയത്? ആര് ഫോളോ ചെയ്താലും അവരെല്ലാവരും ഭഗവാനിലെത്തും. ഈ നാലെണ്ണമാണ് ഉള്ളത് അല്ലേ. ആ, ബ്രഹ്മ സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, പിന്നെ അവസാനത്തെ ഏതാണ്? കുമാരസമ്പ്രദായം. 4 കുമാരന്മാർ അല്ലെ, കുമാരസമ്പ്രദായം. ഈ 4 സമ്പ്രദായത്തിലെ ഏത് സമ്പ്രദായം, ഇതെല്ലാം പരമ്പരകളാണ്. ഈ പരമ്പര ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ് അല്ലെ. അപ്പോ ഇതിൽ ഏത് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഭഗവത് ധാമത്തിൽ എത്താമെന്നാണ് പറയുന്നത്. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. പക്ഷെ അതിൽ ഏറ്റവും എളുപ്പം നമ്മുടെ എന്താണ് ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം അല്ലെ. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ എന്ത് പറയുന്നു അതാണ് നമ്മൾ ഫോളോ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല. ആചാര്യന്മാർ അതാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് അത്? എന്താണ് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു ഒരു മാവിൽ നിറയെ മാങ്ങ നിൽക്കുകയാണ്, നല്ല പഴുത്ത മാങ്ങ നിൽക്കുകയാണ്. നമ്മൾ തോട്ടം കൊണ്ട് പറിച്ചു കഴിഞ്ഞാൽ അത് താഴെ വീണ് തല്ലിപ്പോവും. അത്രയും പൊക്കത്തില് മാവൊക്കെ നല്ല പൊക്കത്തിൽ നിൽക്കുക അല്ലെ, അത്രയും പൊക്കത്തിലാണ് അത് നിൽക്കുക. നേരെ മറിച്ച് നമ്മൾ ഓരോ ശിഖരത്തിലും ആൾക്കാരെ നിർത്തിയിട്ട് ഏറ്റവും മുകളിലുള്ള ആള് ആ മാങ്ങ പറിച്ച് താഴോട്ട് കൊടുക്കുകയാണ്, താഴെയുള്ള ആൾക്കാർ കൊടുക്കണം, അത് കഴിഞ്ഞ് താഴോട്ട് ആൾക്കാർ കൊടുക്കണം, അത് കഴിഞ്ഞ് താഴെയുള്ള ആൾക്കാർ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് അത് താഴെ എത്തുന്നു. അപ്പോ ആസ് ഇറ്റ് ഈസ് അവിടെ എങ്ങനെയാണ് നിന്നത് അതുപോലെയാണ് അത് താഴെ വന്നത് അല്ലെ. അതിലെന്തെങ്കിലും ക്ഷതം പറ്റിയോ, അതിലെന്തെങ്കിലും കേട് പറ്റിയോ? പറ്റില്ല. അതിന്റെ രീതി അതുപോലെ ഇരിക്കും അല്ലെ. ആസിറ്റീസ്, അതാണ് ആസിറ്റീസ് എന്ന് പറയുന്നത്, യഥാരൂപം. അപ്പോ ഈ പരമ്പരയിലൂടെ ഈ ജ്ഞാനം താഴോട്ട് വരുമ്പോ നമുക്കത് എന്താണ് കാര്യം, ഭഗവാൻ എന്താണോ വിചാരിച്ചത് അത് തന്നെ നമുക്ക് കിട്ടും അല്ലെ. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് അല്ലെ.
അതില് ഏറ്റവും പുറകെ ഉള്ള ഒരാൾക്ക് ആ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഉം. എന്തോ ചെയ്യാനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാൻ പറയുകയാണ്. അപ്പോ ഏറ്റവും പുറകെ എന്ന ആള് ഈ മുമ്പേ ഉള്ള ആളിനെ വിളിച്ച് അപ്പോഴും മാത്രമേ അതിൽ തിരിക്കാൻ പാടില്ല. ബാക്കി ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല. എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കണം, ഫ്രണ്ടിലോട്ട് നോക്കി നിൽക്കണം. അപ്പൊ ഏറ്റവും പുറകിലുള്ള ആള് തൊട്ട് ഫ്രണ്ടിലുള്ള ആളിനെ വിളിച്ചിട്ട് ഇങ്ങനെ ആക്കി, അല്ലെ, ഇങ്ങനെ ആക്കി. അപ്പോ ഈ മുമ്പേ വരുന്ന ആള് കണ്ടത് തലയാട്ടുന്നതാക്കി, ഈ കൈയുടെ അത് ശരിച്ചില്ല. അപ്പൊ അദ്ദേഹം ഈ രണ്ടാമത്തെ ഏറ്റവും പുറകെ മുമ്പേ നിന്ന ആള് അതിന്റെ മുമ്പേ നിന്ന ആളെ വിളിച്ചിട്ട് ഇങ്ങനെ 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 ആക്കി, അല്ലേ. ഏഹ് അപ്പോ അതിന്റെ മുമ്പിലുള്ള ആള് ഇയാളെ കണ്ടപ്പോ അയാൾ വിചാരിച്ചു ഇയാൾ കണ്ണുരുട്ടി കാണിക്കാം, എന്നാക്കി, അല്ലേ. അത് കഴിഞ്ഞ് അദ്ദേഹം മുമ്പോട്ട് ചെന്നപ്പോഴേന് അങ്ങനെ ഓരോരുത്തരും മനസ്സിലാക്കിയത് പല രീതിയിലാണ്. മനസ്സിലായത് ഏറ്റവും ഫ്രണ്ട് ചെന്നപ്പോഴത്തേന് ഇത് വന്നതേ ഇതൊന്നും അല്ല, വേറെ എന്തൊക്കെയാണ് അവിടെ പാടി പൊടിച്ചത്. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഈ പരമ്പരയിൽ വരുന്നത്. പരമ്പരയിൽ വന്നു കഴിഞ്ഞാല് അത് എന്താണ്, ക്ലിയറായിട്ട് എന്താണോ ഭഗവാൻ ഉദ്ദേശിച്ചത് അത് അതുപോലെ നമുക്ക് കിട്ടും. അതാണ് ഇപ്പൊ പ്രഭു പറഞ്ഞ് ആ പരമ്പരയുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഏത് പരമ്പരയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മള് എന്താണ് മാധവ ഗൗഡിയ മാധവ സമ്പ്രദായമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ബ്രഹ്മാവിൽ നിന്ന് വന്നത്, അല്ലേ. നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ഹരികൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരികൃഷ്ണ പ്രഭുജി മഹാരാജ്. കൃഷ്ണയാണ് പ്രഭുജി. എന്തോ? ഹരേ കൃഷ്ണയാണ്. ഹരേ യെസ് കൃഷ്ണ. മഹാരാജ്, പറഞ്ഞോളൂ. പ്രഭുജി ജ്ഞാനികളുടെ കാര്യം പറഞ്ഞപ്പോ സനകാദികൾ പറഞ്ഞില്ലേ, അതൊന്നും ഇപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ പ്രഭുജി? ആ തുളസി വാസനിക്കുന്നത് ഞാൻ അതേ തീർത്ഥാണ്. നമ്മള് ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് എന്താണ് സുഖദേവ ഗോസ്വാമിയാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലെ. പരീക്ഷിത് മഹാരാജാനോട് പറയുന്നത്. പക്ഷെ ഭാഗവതത്തില് അത് കഴിഞ്ഞിട്ട് നൈമിഷരണ്യൽ കുറെ വർഷങ്ങൾക്ക് ശേഷം, അല്ലെ, നൈമിഷരണ്യല് സൂത ഗോസ്വാമി ഇത് പറയുന്നുണ്ട്, അല്ലെ. കുറെ ഋഷിമാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഋഷിമാരെ കുറിച്ചിട്ടാണ് അവിടെ ജ്ഞാനികൾ എന്ന് പറയുന്നത്. നമ്മൾ ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമായിട്ടിരിക്കണം, ഭഗവാന്റെ കാര്യങ്ങളിൽ കേൾക്കാൻ വേറെ താല്പര്യമായിട്ടിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് സൂത ഗോസ്വാമി സുഖദേവ ഗോസ്വാമിയിൽ നിന്ന് കേട്ട ഭാഗവതം വീണ്ടും പറഞ്ഞു കൊടുക്കുക. അതും ഭാഗവത്തിൽ പറയുന്നുണ്ട്, അല്ലെ. ചിലപ്പോൾ ഈ അവിടെയുള്ള മുനികളായിരിക്കും, സനകാദി മുനികളായിരിക്കും നമുക്ക് ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ സൂത ഗോസ്വാമി പറയുന്നത് സുഖദേവ ഗോസ്വാമിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് നാരദ മുനിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മദേവനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ നാരദമുനി ഇങ്ങനെ ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെയാണ് മറുപടി. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ കലർത്തിയാണ് ഭാഗവതം പോകുന്നത്, അല്ലെ. അതിലൊരു ഒരു ഒരു ഇൻസ്റ്റന്റ് ആണ് എന്താണ് ഈ നൈമിഷരണ്യയില് എന്താണ് ഈ ആയിരക്കണക്കിന് ഋഷിമാര് സൂതഗോസ്വാമിയിൽ നിന്ന് ഭാഗവതം കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കാനിരിക്കുന്ന ഋഷിമാരെയാണ് ജ്ഞാനികൾക്ക് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അവർക്ക് മറ്റൊരു താല്പര്യമില്ല, അവർക്ക് ഭൗതികമായിട്ടുള്ള ഒരു താല്പര്യമില്ല. പിന്നെ എന്താണ്, അവർക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു താല്പര്യം. ഹരേ കൃഷ്ണ. പ്രഭുജി അതല്ല ഞാൻ ചോദിച്ചത്, കുമാരന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, തുളസിയില വാസനിച്ചു എന്നുള്ളത്, അതൊന്ന് പറഞ്ഞുതരാമോ? എന്തോ? ഭഗവാന്റെ തുളസിയില വാസനിച്ചപ്പോഴാണ്. ഓക്കെ. ബ്രഹ്മദേവൻ ഈ 4 കുമാരന്മാരെ സൃഷ്ടിച്ചത് പ്രയോജനിക്കുക, അതായത് ആൾക്കാരെ എന്താണ് കൂട്ടാൻ വേണ്ടിയാണ്, പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടിയാണ്, ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കൂടുതൽ ആൾക്കാരെ വേണ്ടേ ഭഗവാൻ സേവിക്കാനൊക്കെ. അപ്പൊ അങ്ങനെ ജനസംഖ്യ കൂട്ടാൻ വേണ്ടിയാണ് അവരെ ഉണ്ടാക്കിയത്, അവരെ സൃഷ്ടിച്ചത്. പക്ഷേ അവരെ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി ഉടനെ അവരെന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല, ഞങ്ങളതിനൊന്നും പൊഴിയോ, അതൊക്കെ എന്താണ് അധമന്മാർക്കുള്ളതാണ്, അല്ലേ. ഞങ്ങൾക്ക് എന്താണ് കല്യാണം കഴിക്കാനും കുട്ടികളെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ ഭഗവാനെ കുറിച്ചിട്ട് അല്ലാതെ വേറൊരു കാര്യം പറ്റില്ല. പിതാവൊക്കെ തന്നെ നമുക്ക് പറഞ്ഞാൽ കേൾക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ സത്യം പറഞ്ഞാല് ബ്രഹ്മദേവന് ദേഷ്യം വന്നു, അല്ലേ. അങ്ങനെ ശപിക്കണം, നീയൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്ന് പോട്ടെ. അങ്ങനെ 4 കുമാരൻ അവർക്ക് വളർച്ച ഉണ്ടാവില്ല. അവർ ആ 4 കുമാരന്മാരായിട്ട് തന്നെ ഉള്ള കാലിച്ചു ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം, അല്ലെ. അവര് ജനിച്ചപ്പോ പക്ഷെ അവർക്കൊന്നും ഞാനൊന്നും കൂടുതൽ ഇത് ജ്ഞാനികളാണ്, പക്ഷെ കൂടുതൽ ഇത് കിട്ടാത്തതുകൊണ്ട് അവർ വിചാരിച്ചത് ഭഗവാന് രൂപമില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ആദ്യം അവര് അവ്യക്തഗതവാദികളായിരുന്നു, അല്ലെ. അങ്ങനെയാണ് അവര് ഭജിച്ചിരുന്നത് ഭഗവാൻ. പക്ഷെ ഒരവസരത്തിൽ അവർക്ക് വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാൻ പറ്റിയപ്പോ ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാന്റെ കാൽക്കലുള്ള തുളസി മണപ്പിച്ചപ്പോഴാണ് അവർക്ക് ആ ജ്ഞാനം മുഴുവൻ കിട്ടിയത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഭഗവാന് രൂപമുണ്ട്, അല്ലെ, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മുഖമുണ്ട്, അല്ലെ. ഇതൊക്കെ മനസ്സിലാക്കിയത്
ഇന്നോട്ടാണ് അവർ യഥാർത്ഥമായിട്ടുള്ള ഭക്തരായി മാറിയത്. അതാണ് 4 കുമാരന്മാർ. ആ കഥയാണ് ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലിയർ ആയി പോയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. അപ്പൊ എല്ലാവരും വരിക. പ്രഭുജിയുടെ ആദരപൂർവ്വം യാതൊരു മുടക്കവും കിട്ടാതെ നമുക്ക് പ്രഭുവിനെ കിട്ടണം. സോ പ്രഭുവിനും പ്രഭുവിന്റെ കുടുംബത്തിനും വേണ്ടി നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് നമ്മള് ഹരേ ബന്ധിപ്പിക്കും. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ പരിധാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. वैष्णवृंद की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की श्रील प्रभुपाद की जय। श्री आनंद पद्मनाभ स्वामी की जय। दंडवत प्रणाम। हरे कृष्ण। हरे कृष्ण प्रभु। हरे कृष्ण प्रभु जी प्रणाम। കൃഷ്ണ പ്രഭുജി. हरे कृष्ण प्रभु जी प्रणाम।